അമ്മാവാ എനിക്കൊരു സംശയം. അല്ലെങ്കിൽ വേണ്ട വിട്ടേക്ക്. ചോദിച്ചു തൊലക്കടാ. ഒരു ഊമയ്ക്ക് വെള്ളം വേണമെങ്കിൽ എങ്ങനെയാ ചോദിക്കുക? ഇതൊരു വലിയ ചോദ്യം. ഇതിന് ഈ ജ്യോതിഷ രക്തം തന്നെ ഉത്തരം പറയണോ? കണ്ണു കാണാത്തവനെ കത്രിക വേണമെന്ന് പറഞ്ഞാലോ? തെറ്റിപ്പോയി അമ്മാവൻ. ആ പറഞ്ഞത് തെറ്റിപ്പോയി. എന്തേ? കണ്ണു കാണാത്തവനെ സംസാരിക്കാൻ പറ്റുമല്ലോ. കത്രിക വേണമെങ്കിൽ കത്രിക ഒന്ന് തരുമോ എന്ന് ചോദിക്കാലോ. 20 വർഷമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രൊമോഷനും ഇല്ല, കുട്ടിയില്ല. വാടാ ചക്കരേ. കുട്ടികളുണ്ടായിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? കച്ചവടം ഒന്നും നടക്കുന്നില്ല. അതാ കണിയാനെ കണ്ടിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോന്ന് ചോദിച്ചിട്ട് പോകാം. കുട്ടികളില്ലാത്തവനും കച്ചവടക്കാരനുണ്ട്. ആ കച്ചവടക്കാരനെ അങ്ങോട്ട് അയക്ക്. അന്ന് കുട്ടികളില്ലാത്ത കച്ചവടക്കാരനാരെന്ന് എനിക്ക് എങ്ങനെ അറിയാമെന്ന് പറഞ്ഞേ? അയ്യോ, അത് എനിക്ക് മാത്രം എങ്ങനെ അറിയും? ജാനകി പുറത്തോട്ട് പോകുമ്പോ രണ്ടുപേരും കുറെ നേരെ കാത്തിരിക്കുന്നു പറഞ്ഞു. കയ്യില് കുട്ടികളുള്ളവൻ കച്ചവടക്കാരൻ, അവന്റെ അടുത്തിരിക്കുന്നവനാ സന്താനഭാഗ്യമില്ലാത്തവൻ. ആദ്യം കച്ചവടക്കാരനെ അങ്ങോട്ട് അയക്ക്. ഞാനാ. കയ്യില് കുട്ടികളുള്ളവൻ കച്ചവടക്കാരൻ, അവന്റെ അടുത്തിരിക്കുന്നവനാ സന്താനഭാഗ്യമില്ലാത്തവൻ. ഈ കുട്ടി ഒന്ന് പിടിച്ചോളൂ. ഇത് നിങ്ങളുടെ കുട്ടിയാണോ? താനിരിക്കൂ. ശരി. അയ്യോ മാറിപ്പോയി. അമ്മാവാ ഒരു ചെറിയ സംശയം. പിന്നെ ചോദിക്കേ. അമ്മാവ പറയുന്നേക്ക്. ഞാൻ അമ്മാവന്റെ നല്ലതിനു ഞാൻ എന്താ ചെയ്യുന്നെന്ന് കണ്ടില്ലേ? പോടാ പുറത്തേക്ക്. പിന്നെ വല്ല പ്രോബ്ലം വന്നാ എനിക്കറിയില്ല കേട്ടോ. എന്ത് എപ്പോ വരുമെന്ന് എനിക്കറിയാം. നീ ഒന്നും പറയണ്ട. രാവിലെ എണീറ്റതും എത്ര മണിക്ക് പണി തുടങ്ങും? ഇതെന്താ ഇങ്ങനെ വെട്ടി തുറന്ന് ഒളിയും മറിയില്ലാതെ ചോദിക്കുന്നത്? ഇതിൽ വലിയ രഹസ്യം. അത് പിന്നെ രാവിലെ നിങ്ങൾ ഷട്ടർ എത്ര മണിക്ക് തുറക്കും? ഷട്ടർ തുറക്കുന്ന ഇതെന്തിനാ ഇപ്പൊ ഷട്ടർ തുറക്കുന്ന കാര്യമൊക്കെ ചോദിക്കുന്നേ? അതിപ്പോ ഇങ്ങനെ സന്ദർഭത്തിനനുസരിച്ച് തുറക്കും, അത്ര തന്നെ. അതാണ് പാടില്ലാത്തത്. രാവിലെ എഴുന്നേറ്റ് നന്നായി കുളിച്ച് ഇഷ്ടദേവനെ ധ്യാനിച്ച് ചന്ദനത്തിരി കത്തിച്ച് പണി അങ്ങോട്ട് തുടങ്ങണം. അതെല്ലാം ചെയ്തു നോക്കി, ഒരു പ്രയോജനം ഇല്ലെന്നേ. പ്രയോജനം ഇല്ല? അതേന്ന്. എന്നാ നീ ഒരു കാര്യം പറഞ്ഞോളൂ. എന്തെങ്കിലും ഒരു വിലയിട്ട് എനിക്കെങ്കിലും ലീസിന് തരാനോ? ഞാൻ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യടോ. നിന്റെ കയ്യില് ലീസിന് തരാനോ? നിന്റെ ഫ്യൂസ് ഞാൻ ഊരിയെടുക്കൂടാ. മര്യാദക്ക് ഇരുന്നോണം. അവന്റെ ലീസ് ആർക്കും നല്ലത് ചെയ്യരുത്. ഇപ്പൊ ഫ്യൂസ് ഊരിയ പോലെയായി. ഇപ്പൊ നിങ്ങൾക്ക് പോ. മോൻ എന്റെ കയ്യിൽ തന്നേക്ക്, ഞാൻ നോക്കിക്കോളാം. അത് കുഴപ്പമില്ല. ഇത്രയും ജ്ഞാനിയായ ഒരു കണിയാന്റെ അടുത്താണല്ലോ ഞാൻ വന്നത്. ഈശ്വരാ, നമസ്കാരമുണ്ട്. അനിയനെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 5 വർഷം കഴിഞ്ഞല്ലോ. അനിയ ഭാര്യയെ ഏതെങ്കിലും കണിയാന്റെ അടുത്തുകൊണ്ട് കാണിച്ചോ? അവളെ എന്തിനാ വെറുതെ കണിയാന്റെ അടുത്തൊക്കെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? ഓഹോ, അപ്പൊ പ്രശ്നം മൊത്തം തന്റെ പക്കലാണെന്നാണ്. എന്റെ അടുത്ത് തന്നെ രാവിലെ തൊട്ട് രാത്രി വരെ ഗ്യാപ്പില്ലാതെ ഞാൻ കഷ്ടപ്പെടുക. ഇതിന് ഒരു ഗുണമില്ലെന്നേ. ഇത്രയ്ക്ക് ഞെട്ടേണ്ട കാര്യം ഞാൻ എന്താ പറഞ്ഞേ? രാവിലെ തൊട്ട് ഒരു ഗ്യാപ്പും ഇല്ലാതെ റെസ്റ്റ് എടുക്കാറേ ഞായറാഴ്ച പോലും ഇല്ല. അല്ല, ഇത് വിശ്വസിക്കാമോ? അത്ര ആരോഗ്യം. ആഴ്ചയിൽ 7 ദിവസം, മാസത്തിൽ 30 ദിവസം, വർഷത്തിൽ 365 ദിവസം. എടോ, താനൊക്കെ മനുഷ്യനാണോ? കുട്ടികളില്ലെന്ന് വെച്ച് ഭാര്യ ഇങ്ങനെയാണോ കഷ്ടപ്പെടുന്നത്? എനിക്ക് കുട്ടിയില്ലാന്ന് ഏത് നായിന്റെ മനം പറഞ്ഞു? ഇങ്ങോട്ട് വന്നേ. എടാ പറട്ടെ കണിയാനെ, ഞാൻ വന്നത് എന്റെ കച്ചവടം ശരിയല്ലെന്ന് പറയാനാ. മറ്റവൻ ആ കുട്ടികളില്ലെന്ന് പറഞ്ഞു വന്നത്. എനിക്ക് പറയേണ്ടത് അയാൾക്ക് പറയുന്നു, അയാൾക്ക് പറയേണ്ടത് എനിക്ക് പറയുന്നു. അതിന്റെ ഇടയിൽ എന്റെ പെണ്ണുമ്പിള്ള നീ കളിയാക്കുന്നു. ചേറ്റ അലുവലാതിപ്പ. ദൈവമേ, അടിക്കടി വൈദ്യം. ഉളുക്ക് ശരിയായി. ഹലോ, എങ്ങനെയുണ്ടായിരുന്നു സ്ട്രോക്ക്? അപ്പി, നീ ഒന്നിനെ കുറിച്ച് ഓർത്ത് പേടിക്കണ്ട. അവന്മാരെ ഞാൻ ഇന്ന് വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ മച്ചാനെ വയ്യടാ. പപ്പി, ഇന്ന് ഞാൻ ക്ലാസ്സിലേക്ക് വരുന്നില്ല. അവന്മാർ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടുന്നതിന് മുമ്പ് അവന്മാരെ ഞാൻ പിടിക്കണം. നീ ഇത് പിടിച്ചേ. ബിയർ ഓർഡർ ചെയ്തോടാ. ഓർഡർ ചെയ്യാൻ എന്താ? ഇത് ബാറാണോ? നമ്മൾ പോയി വാങ്ങിക്കുന്നില്ലേ? അവന്റെ അടുത്ത് വാങ്ങിട്ട് വരാടാ. ക്വസ്റ്റ്യൻ പേപ്പറാന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത പേപ്പർ വേണ്ടി തരും അല്ലേ? നിന്നെ ഞാൻ എന്താടാ എന്നോട് തന്നെ നീ ചോദ്യം ചെയ്യാ? വേണ്ടാന്ന് പറഞ്ഞു. മാഡം, ഏതോ റൗഡി വന്ന് നമ്മുടെ സ്റ്റുഡൻസിനോട് പ്രശ്നം ഉണ്ടാക്കുന്നു. എന്താടാ നെഞ്ചു പിരിച്ചു? വലിയ ദാദാന്ന വിചാരം. നായിന്റെ മോനെ, പരട്ട നായ. എടാ, എന്റെ മേത്ത് കൈവയ്ക്കാൻ നീ ആയോ? പോയി ചാവടാ. അടിക്കണ്ടെന്ന് പറയടി, പാവല്ലേ. ആരടി പാവം? ശരീരം നല്ല കൊഴുപ്പിച്ചിരിക്കല്ലേ, തിരിച്ചടിച്ചൂടെ?
താഴെയിടാൻ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കോളേജിന് പുറത്ത് വെച്ച്, ക്യാമ്പസിന്റെ അകത്ത് പാടില്ല. പുറത്തേക്ക് പോ. പ്രിൻസിപ്പൽ മാഡം വന്നുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. വന്നില്ലായിരുന്നെങ്കിൽ ഈ കല്ലോടെ തലയടിച്ചു എടാ, പൊടിച്ചു. നിന്നോടല്ലേ പറഞ്ഞത് പുറത്തേക്ക് പോവാൻ. വിട്ടോ സ്റ്റാൻഡ് കാലിയാക്ക്. നീ എക്സാമിന് പാസ്സാകാൻ വേണ്ടിട്ടല്ലേ ആ ലെറ്റർ തന്നെന്ന് അവൻ പറഞ്ഞത്? നീ നല്ല മാർക്ക് വാങ്ങുകയാണെങ്കിൽ നിനക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അന്വേഷിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലുള്ള ശ്രീകൃഷ്ണ ഭഗവാന് വേണ്ടി 100 കുടം വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യാമെന്ന് പ്രാർത്ഥിക്ക്. 100 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. ആര് പറഞ്ഞ് 100 കുടം വെള്ളം ഒഴിച്ചാ ദൈവത്തിന് കോൾഡ് പിടിക്കടി? പിന്നെ എങ്ങനെയാ 100 മാർക്ക് ഇടുക? പ്രാന്ത് സംസാരിക്കാതെ. നമ്മൾ കഷ്ടപ്പെടണം, അതിൻ്റെതായ ഫലം ദൈവം നമുക്ക് തരും. ഒരു ചാപ്റ്ററിലുള്ള എല്ലാ ചോദ്യങ്ങളും പഠിക്കേണ്ട കാര്യമില്ല. അതില് 10 എണ്ണം തെരഞ്ഞെടുത്ത് പഠിച്ചാലുണ്ടല്ലോ, 10 കിട്ടിയില്ലെങ്കിലും 8 എണ്ണമെങ്കിലും ശരിയാവും. അത് നിനക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം. ശരി, അതും ട്രൈ ചെയ്ത് നോക്കാം. പപ്പി, ഈ കുടത്തിൽ ഒഴിക്കുന്നോ അതോ ഈ കുടത്തിൽ ഒഴിക്കുന്നോ? ഞാനല്ല ഒഴിക്കാൻ പോകുന്നത്, നീയാ ഒഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതെന്നെ മതി. ശരി, ദൈവത്തിനല്ലേ ഒഴിക്കണ്ടേ? അവിടെ നിക്ക്. അതില് 100 കല്ലുകളുണ്ട്. 100 കല്ലോ? ഓ, ദൈവത്തിന് ഓരോ കുടം വെള്ളം ഒഴിക്കുമ്പോഴും ഓരോ കല്ലും വലിച്ചെറിയണം. ദൈവത്തിന്റെ മേലെയോ? അല്ല, തൊട്ടടുത്ത്. എന്തിന്? നിനക്കല്ലേ കണക്കറിയാത്തത്? 100 കുടം പൂർത്തിയാക്കിയെന്ന് നിനക്കെങ്ങനെയാ മനസ്സിലാവുന്നത്? പപ്പി, ആദ്യത്തെ കുടം തൊട്ടു, പിന്നെ നീ 100ാമത്തെ കുടം തൊട്ടു. അതെന്തിനാ? ആദ്യത്തെ കുടവും 100ാമത്തെ കുടവും ഞാൻ തൊട്ടതുകൊണ്ട് ഈ 100 കുടവും ഞാൻ ഒഴിച്ചതിന്റെ കണക്കാ. അതെങ്ങനെ? ഒഴിച്ചത് ഞാനല്ലേ? ദൈവത്തിന് പൂജ ചെയ്യുന്നതിന് മുമ്പ് മേൽശാന്തി നമ്മുടെ പേരും നക്ഷത്രവും പറഞ്ഞ് പൂജ ചെയ്യുന്ന സാധനങ്ങളിൽ തൊട്ടു തൊഴാൻ പറയും. അതെ, പൂജ നമുക്ക് വേണ്ടിയാ, പക്ഷെ മന്ത്രം നമ്മൾ ചൊല്ലാറില്ലല്ലോ. മനസ്സിലായി. മന്ത്രം പൂജാരിക്ക്, പ്രസാദം നമുക്ക്. അതേപോലെ ആദ്യത്തെ കുടവും 100ാമത്തെ കുടവും ഞാൻ തൊട്ടതുകൊണ്ട് വെള്ളം നീ ഒഴിച്ചാലും പുണ്യം എനിക്കുള്ളതാ. എന്റെ ദൈവമേ, പപ്പിക്ക് ഈ കുടത്തിന്റെ സൈസിനേക്കാളും വലിയ ബുദ്ധിയാണല്ലോ. അല്ലടാ ലഡു, എന്നാ പിടിച്ചോ. സത്യ, പൂജ വേറെ വഴിപാട് വേറെ. നമ്മൾ